അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖസീദയെക്കുറിച്ച് പഠിച്ചു. എന്താണ് മൊത്തത്തിൽ നസ്മ് എന്നും അതിൻ്റെ ഭാഷാർത്ഥം എന്ത്, ഇസ്തിലാഹിൽ എന്താണ് നസ്മ് എന്നെല്ലാം പഠിച്ചു. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് മർസിയയെക്കുറിച്ച് ഒരു വിശദ പഠനമാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇന്ന് നമുക്ക് മർസിയ എന്ത്, അതുപോലെ മസ്നവി എന്ത്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മർസിയ എന്ന് പറഞ്ഞാൽ, മർസിയ കാ ലഫ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ റസാസെ ബനാഹെ, റസ എന്നതിൽ നിന്നാണ് മർസിയ എന്നത് എടുത്തിട്ടുള്ളത്. ജിസ്കെ മാന ഹെ റോന മാതം കർണ, അതിൻ്റെ അർത്ഥം വിലപിക്കുക, വിലാപം എന്നാണ്. അസ്ലൽ മർസിയ സെ മുറാദ് വോ നസ്മ ഹോത്തി ഹെ ജോ കിസി ഷഖ്സ് കെ മർനെ പർ ലിഖി ജായെ, ആരെങ്കിലും മരിക്കുന്നതിൻ്റെ പേരിൽ, ആരെങ്കിലും മരണപ്പെട്ടതിൻ്റെ പേരിൽ എഴുതപ്പെടുന്ന കവിതകൾക്കാണ് മർസിയ എന്ന് പറയപ്പെടാറുള്ളത്. ജിസ്മെ മർനെ വാലേക്ക് ഹോബിയാ ബയാൻ കി ജായെ ഓർ അപ്നെ ഗം കാ ഇസ്ഹാർ കിയാ ജായെ, മരണപ്പെട്ടതിൻ്റെ പേരിൽ തൻ്റെ വേദനകൾ പങ്കുവെക്കുകയും അതുപോലെ തൻ്റെ ആ മരണപ്പെട്ട ആളുടെ വിശേഷണങ്ങൾ, അദ്ദേഹത്തിനെ പുകഴ്ത്തുന്ന കവിതകളാണ് മർസിയ എന്ന് പറഞ്ഞാൽ. ലേക്കിൻ ഉറുദു മേ മർസിയ കാ ഏക് ഖാസ് മഫ്ഹൂം മുതഅയ്യിൻ ഹോ ഗയാ ഹെ, എന്നാൽ ഉറുദുവിൽ മർസിയ എന്നാൽ അതിനൊരു നിക്ഷിപ്തമായ അർത്ഥം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. यानी मरसिया से मुराद वो नज़्म है जिसमें हज़रत इमाम हुसैन रज़ियल्लाहु अन्हु और दीगर करबला के शहीदों का ज़िक्र किया जाए. ഏത് കവിതയിലാണോ ഹസരത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ചും അതുപോലെ മറ്റു ഷഹീദുകളെക്കുറിച്ചും, അന്ന് കർബലയിലെ ഷഹീദുകളെക്കുറിച്ചും പരാമർശിക്കുന്ന കവിതകൾ ഏതൊക്കെയുണ്ടോ അതിനെക്കുറിച്ചാണ് മർസിയ എന്ന് നിലവിൽ പറയാറുള്ളത്. ഉസ്കെ അലാവ ബാക്കി തമാം ലോഗോं की मौत पर कही जाने वाली नज़्मों को शख्सी मरसिയ का नाम दिया जाता है. മറ്റാരെക്കുറിച്ചൊക്കെ പറയപ്പെടുന്ന കവിതകളുണ്ടോ അതിനെക്കുറിച്ചെല്ലാം ഷഖ്സി മർസിയ എന്നാണ് പറയപ്പെടാറുള്ളത്. മസലൻ ഹാലിനെ ഗാലിബ് കെ മർനെ पर മർസിയ ഗാലിബ് ലിഖ, ഉദാഹരണത്തിന് ഷഖ്സി മർസിയകൾക്ക് ഉദാഹരണമാണ് ഗാലിബ് മരിച്ചതിൻ്റെ പേരിൽ മർസിയ ഗാലിബ് ലിഖ. ആരാണ് എഴുതിയത്? അൽതാഫ് ഹുസൈൻ ഹാലിയാണ് രചിച്ചത്. ഇഖ്ബാലിനെ ദാഗ് ക മർസിയ ലിഖ, മഹാനായ ഇഖ്ബാൽ ദാഗ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മർസിയകൾ എഴുതിയിട്ടുണ്ട്. ജുഗുബ്സത്തിനെ ഖുലേക്ക മർസിയ ലിഖ, ഇത്തരത്തിൽ മറ്റു പല മർസിയകളും നമുക്ക് കാണാൻ കഴിയും. ഇബ്തിദാമെ മർസിയ മുഖ്തസർ ലിഖേ ജാത്തെ थे, തുടക്കത്തിലൊക്കെ മർസിയകൾ വളരെ ചുരുങ്ങിയ കവിതകളായിരുന്നുവെങ്കിലും ഉൻകെ ലിയെ കോയി ഖാസ് ശക്ൽ ഭി മുഖറർ നഹീ ഥി, അതിനൊരു പ്രത്യേക സവിശേഷമായ രൂപങ്ങളോ കോലങ്ങളോ അതിനുണ്ടായിരുന്നില്ല. കഹാ ജാത്താ ഹെ കെ സൗദ പെഹലെ ഷായർ ഹെ, സൗദയാണ് ആദ്യത്തെ കവിത. എത്തരത്തിലുള്ള ജിനൂനെ മർസിയ കെ ലിയെ മുസദ്ദസ് കി ഹൈഅത്ത് ഇസ്തേമാൽ കി, മർസിയ എന്നതിന് ഒരു മുസദ്ദസ് കവിത, ഒരു മുസദ്ദസ് എന്ന ശൈലി സ്വീകരിച്ചത് ആദ്യമായി അത് സൗദയാണ് എന്നാണ് പറയപ്പെടാറുള്ളത്. मीर खलीक मीर ज़मीर के ज़माने में मुसद्दस को मकबूलियत हासिल हुई और फिर मरसिया के लिए सिर्फ यही हैत मखसूस हो गई. സൗദയിൽ തുടങ്ങിയ മുസദ്ദസ് കവിതകൾ, മർസിയക്ക് മുസദ്ദസ് കവിതകൾ ഉപയോഗിക്കുന്ന ശൈലി പിന്നീട് അത് തന്നെ സ്ഥിരമാവുകയും അതാണ് പിന്നെ മർസിയക്ക് നിക്ഷിപ്തമായ ബഹർ വന്നത്. मीर ज़मीर ने मरसिया के अज्जाए तरकीबी मुतयन किए जो हस्ब झील है. മീർ ജമീർ മർസിയയുടെ അജ്സായ തർക്കീബി, അതിലടങ്ങിയിരിക്കേണ്ട ഓരോ ഭാഗങ്ങൾ അത് നിർണയിച്ചിട്ടുണ്ട്. അത് താഴെ പറയുന്നതാണ്. ചെഹ്റ, ആദ്യത്തേത് ചെഹ്റ. ചെഹ്റ എന്ന് പറഞ്ഞാൽ മുഖം എന്നാണുള്ള അർത്ഥം, പ്രീ ഫേസ് എന്ന് പറയാം. ചെഹ്റ മർസിയക്ക് തംഹീദ് കോ കഹത്തെ ഹെ, ചെഹ്റ എന്നത് മർസിയയുടെ ആമുഖമാണ്. ഉസ്മേ ഷായർ അപ്നെ മസാമീൻ നസ്ം കർത്താ ഹെ ജിൻകാ അസ്ൽ മൗസൂ സെ ബരാഹ രാസ് കോയി താല്ലുഖ് നഹി, അതിൽ തൻ്റെ ഐസെ മസാമീൻ അഥവാ ഇനി താഴെ പറയാൻ പോകുന്ന വിഷയത്തോട് ഒരു ബന്ധവും പുലർത്താത്ത ചില കവിതകളാണ് ആമുഖമായിട്ട് ചില കവിതകൾ കൊണ്ടുവരാറുള്ളത്. ജയ്സെ സുബഹ് കാ മൻസർ രാത് കാ സമ ഗർമി കി ഷിദ്ദത്ത്, ഇത്തരത്തിലുള്ള നാച്ചറിൻ്റെ ബ്യൂട്ടി, അതുപോലെ രാത്രിയുടെ ഇരുട്ട്, ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങളാണ് അതിൽ കൊണ്ടുവരാറുള്ളത്. എന്നാൽ ഇനി രണ്ടാമത്തത് സറാപ്പ. ഇസ്മെ മർസിയക്ക് हीरो के क़दो क़ामत ख़दो ख़ाल दीगर अवसाफ़ का बयान किया जाता है.
സറാപ്പയിൽ വരാറുള്ളത് നമ്മൾ ആരെക്കുറിച്ചാണോ വർണ്ണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരീര വർണ്ണനകളാണ്. അദ്ദേഹത്തിൻ്റെ പ്രകൃതികൾ എങ്ങനെയായിരുന്നു എന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ വലിപ്പം, അദ്ദേഹത്തിൻ്റെ വെയ്റ്റ്, ഹൈറ്റ് എന്നതൊക്കെ ആയിരിക്കും സറാപ്പയിൽ ഉണ്ടാവുക. റുഖ്സത്ത് ഇസ് ഹിസ്സെ में हीरो को मैदान जंग में जाने के लिए हज़रत इमाम हुसैन रज़ियल्लाहु अन्हु से इजाज़त लेते हुए और तमाम अजीज़ों से रुखसत होते हुए दिखाया जाता है. പിന്നീട് വരുന്ന ഒരു ഭാഗമാണ് റുഖ്സത്ത്, അഥവാ നമ്മുടെ കവിതയിൽ കൊണ്ടുവരുന്ന ഹീറോ മഹാനായ ഹസരത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് സമ്മതം തേടിക്കൊണ്ട്, മറ്റുള്ള പ്രമുഖരായ ആളുകളോടൊക്കെ സമ്മതം തേടിക്കൊണ്ട് യുദ്ധഭൂമിയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമാണ് അതിൽ പരാമർശിക്കപ്പെടാറുള്ളത്. ആമത് പറഞ്ഞാൽ വരവ് എന്നാണ് അർത്ഥം, കടന്നു വരവ്, അറൈവൽ എന്നാണല്ലോ അർത്ഥം. ഇസ് हिस्से में हीरो के घोड़े पर सवार होकर शान व शौकत के साथ मैदान जंग में आने की मंजर कशी की जाती है. उसमें घोड़ों की मुबालगा आमिज़ तारीफ भी नज़म की जाती है. ആമതിൽ സാധാരണയായി പറയാറുള്ളത് വളരെ പ്രൗഢിയോടുകൂടെ, വളരെ ഗാംഭീര്യത്തോടുകൂടെ ആ യുദ്ധഭൂമിയിലേക്ക് കടന്നു വരുന്നതും ആ യുദ്ധഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ആ വരവിൻ്റെ അതിനെ ചിത്രീകരിക്കുന്നതായിരിക്കും. അതുപോലെ അദ്ദേഹത്തിൻ്റെ കുതിരയെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കുന്നത് ഈ ആമതിൽ നമുക്ക് കാണാൻ കഴിയും. रज्ज़ हीरो अपने ख़ानदान की तारीफ़, अपने बुज़ुर्गों के कारनामों का ज़िक्र और जंग के मामलात में अपनी महारत और बहादुरी का बयान करता है. दुश्मन की फ़ौज के जिस पहलवान से मुकाबला होता है वो भी अपनी असलाफ़ की बहादुरी का बयान करता है. അങ്ങനെ റജ്സിൽ വരാറുള്ളത് ഈ ഹീറോയുടെ കുടുംബത്തിനെ വിശേഷിപ്പിക്കുകയും അതുപോലെ തൻ്റെ കുടുംബത്തിൽ കഴിഞ്ഞ മഹാരഥന്മാരുടെ, അതിലെ മുൻഗാമികളുടെ വലിയ അവരുടെ കാരണവന്മാർ കാണിച്ചു തന്ന വലിയ പ്രവർത്തനങ്ങളും അവർ ചെയ്തു വെച്ച ഉദ്യമങ്ങളും, അതുപോലെ യുദ്ധം എന്ന ഈ ഒരു പരിപാടിയിൽ യുദ്ധത്തിൽ തൻ്റെ നൈപുണ്യം എത്രമാത്രം പ്രകടമാണ് എന്നതെല്ലാം, അതുപോലെ തൻ്റെ ധീരത, ഇതെല്ലാം ഇതിൽ വരാറുണ്ട്. दुश्मन की फ़ौज के जिस पहलवान से मुकाबला होता है वो भी अपने असलाफ़ की बहादुरी का बयान करता है. അതുപോലെ ശത്രുപക്ഷത്തിലെ ഏത് പോരാളിയോടാണോ പോരാടുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബമഹിമയും അദ്ദേഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളും ഈ റജ്സ് എന്നതിൽ പറയാറുണ്ട്. ജംഗ്, इन्हीं അടുത്തത് जंग. हीरो मुकाबले फ़ौज के किस नामवर पहलवान से या पूरी फ़ौज से बड़ी शजाअत और बहादुरी के साथ लड़ता है. जंग के ज़मीन में हीरो की तलवार और घोड़े की तारीफ़ भी की जाती है. ജംഗ് എന്ന ഈ പോർഷനിൽ വരാറുള്ളത് ഹീറോ യുദ്ധഭൂമിയിൽ ചെന്ന് യുദ്ധം ചെയ്യുന്നു, ഒന്നിരിക്കൽ ഒരു പോരാളിയോട് അല്ലെങ്കിൽ മൊത്തം സൈന്യത്തോട് പോരാടുന്ന ആ ഒരു രംഗം, അദ്ദേഹത്തിൻ്റെ ധൈര്യം, അദ്ദേഹത്തിൻ്റെ ധീരത, അതൊക്കെയാണ് അതിൽ പരാമർശിക്കപ്പെടാറുള്ളത്. യുദ്ധത്തിൽ ജംഗ് കെ സിംനിമെ ഹീറോയ്ക്ക് തൽവാർ, ആ യുദ്ധത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഈ നമ്മൾ വർണ്ണിക്കുന്ന ആരെക്കുറിച്ചാണോ നമ്മുടെ കഥാപുരുഷൻ, ആ പുരുഷൻ്റെ വാൾപ്പയറ്റും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ പോരാട്ടവും അതിനെക്കുറിച്ചും വിശദീകരിക്കാറുണ്ട്. ഷഹാദത്ത്, हीरो मैदान जंग में दादे शजाअत देते हुए आखिरकार दुश्मनों के हाथ से ज़ख्मी होकर शहीद हो जाता है. അവസാനം അദ്ദേഹം പരമാവധി യുദ്ധഭൂമിയിൽ തിളങ്ങിയിട്ടും അവസാനം ശത്രുപക്ഷത്തു നിന്ന് പരിക്കേറ്റുകൊണ്ട് യുദ്ധഭൂമിയിൽ വീഴുന്നതും ഷഹീദാവുന്നതുമാണ് ഷഹാദത്ത് എന്നുള്ള ഈ പോർഷനിൽ പറയാറുള്ളത്. മർസിയയ്ക്ക് ഇസ് ജുസു में इसी शहादत का बयान इंतहाई मुअस्सर अंदाज में किया जाता है. അദ്ദേഹം ഷഹീദാകുന്ന ആ രംഗം വളരെ മനസ്സിൽ കൊള്ളുന്ന വിധമാണ് ഇതിൽ മർസിയകളിൽ ഉദ്ധരിക്കാറുള്ളത്. ഇനി ബീൻ, ये मरसिया का आखिरी जुज़ു होता है. ബീനോടുകൂടെയാണ്, ബീൻ എന്ന് പറഞ്ഞാൽ വിലാപം എന്നാണ് അർത്ഥം. ബീനോടുകൂടിയാണ് ഒരു മർസിയ അവസാനിക്കുക.
कुछ लोग उसे അലാഹിദ ജുസ് ശുമാർ नहीं करते बल्कि ഷഹാദത്ത് ही में शामिल करते हैं. ചില ആളുകൾ ഷഹാദത്ത് എന്ന ആ ഒരു ഗണത്തിൽ തന്നെ ആ ഒരു ഇനത്തിൽ തന്നെയാണ് ബിന്നെയും പെടുത്താറുള്ളത്. इस आखिरी हिस्से में इस मंजर की तस्वीर कशी की जाती है जब हीरो की लाश पर उसके अजीज़ व अकारिब ख़ास तौर पर औरतें उसकी खूबियों का बयान करके रोती हैं. അതിൽ വിശദീകരിക്കാറുള്ളത് ഇദ്ദേഹത്തിൻ്റെ ആ ചേതനയേറ്റ് കിടക്കുന്ന ആ ശരീരം കണ്ട് വേദന കൊണ്ട് പുളയുന്ന ദുഃഖം കൊണ്ട് കരയുന്ന അവരുടെ അടുത്ത കുടുംബക്കാരും പ്രത്യേകിച്ച് സ്ത്രീകളും അവരുടെ മഹത്വങ്ങൾ വിളിച്ചു പറയുന്ന ആ ഒരു രംഗങ്ങളായിരിക്കും ഇതിൽ പറയപ്പെടാറുള്ളത്. യഹാ യെ ബത്താ ദേന ज़रूरी है कि उर्दू में बहुत कम ऐसे मरसिए होंगे जिनमें तमाम अज्जाए तरकीबी मिलते हैं. നേരത്തെ പറയപ്പെട്ട ഈ 8 അജ്സായ തർക്കീബുകളും എല്ലാം ഒരുമിച്ച് വന്ന മർസിയകൾ ഉറുദുവിൽ വളരെ വിരളം എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ്. ऐसे मरसियों की तादाद बहुत ज़्यादा है जिनमें सिर्फ हज़रत इमाम हुसैन रज़ियल्लाहु अन्हु की शहादत पर इजहार गम किया गया है. മഹാനായ ഹസ്രത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഷഹാദത്ത് മാത്രം പരാമർശിക്കപ്പെട്ട കവിതകൾ മർസിയകൾ ധാരാളമായി ഉറുദുവിൽ നമുക്ക് കാണാനാവുന്നതാണ്. ഉറുദു മർസിയ के आगाज़ दक्कन में 15वीं सदी के निस्फ़ आखिर में हुआ. ഉറുദു മർസിയക്ക് തുടക്കം കുറിക്കുന്നത് 15ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ്. ഇബ്തിദായി മർസിയെ ആം തौर पर 5-7 शेरों से ज़्यादा के नहीं होते थे. തുടക്കത്തിലൊന്നും 5-6 കവിതകളെക്കാളും മർസിയകൾ വർദ്ധിക്കാറില്ല. മുഹമ്മദ് ഖലി കുതുബ് ഷാ മുല്ല വജഹി के यहाँ उस किस्म के മർസിയെ मिलते हैं. അദ്ദേഹത്തെക്കുറിച്ചുള്ള മർസിയകളിലൊക്കെ ഇത്തരത്തിലുള്ള കവിതകളാണ് നമുക്ക് കാണാൻ കഴിയുക. ഷിമാലി ഹിന്ദ് में मीर और सौदा से कबिल मरसिया कहने वालों की तादाद कुछ ज़्यादा नहीं थी. ഈ സൗദക്ക് മുമ്പ് ഇവിടെ മർസിയ പാടുന്നവർ അധികമല്ല, അത്ര തോനെ ഇല്ലായിരുന്നു. സൗദ और मीर दोनों के कुलियात में मरसियों की अच्छी तादाद है. ഇവർ രണ്ടുപേരുടെയും കുല്ലിയാത്തിൽ മർസിയകൾ ധാരാളമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. उन दोनों के बाद भी दहली में शायरों ने मरसिया लिखे लेकिन उनमें कोई काबिल ज़िक्र शायर नहीं. ഡൽഹി ആ പ്രദേശങ്ങളിൽ വീണ്ടും ധാരാളം എഴുത്തുകാർ മർസിയ രചനക്കാർ വന്നിട്ടുണ്ട് എങ്കിലും പറയത്തക്ക വിധം ആരും പ്രസിദ്ധരായിട്ടില്ല. ലഖ്നൗ में मीर खलीक पहले शायर हैं जिन्होंने सिर्फ मरसिया गोई में कमाल हासिल किया. ലഖ്നൗവിൽ മീർ ഖലീഖ് അദ്ദേഹം അവിടുത്തെ മർസിയ പാടുന്ന ആദ്യത്തെ കവിയാണ്. അദ്ദേഹം മർസിയ പാടുന്നതിൽ മാത്രം प्रसिद्धनाया औराना. खलीक ने गज़ल गोई से शायरी की इब्तिदा की थी लेकिन बाद में तमाम तवज्जो सिर्फ मरसिया गोई पर मरकूज़ कर दी. അദ്ദേഹം ഗസലിലാണ് തുടക്കം കുറിച്ചതെങ്കിൽ ഖലീഖ് അവസാനം മർസിയയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. उनके मरसियों की ज़बान सौफ पाकीज़ा है इसलिए उनके मरसियों में सूज़ो गुदाज और दर्दो असर है. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വളരെ സംശുദ്ധമായ പരിശുദ്ധമായ വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വല്ലാത്ത ദുഃഖവും വല്ലാത്ത ഒരു വേദനയും വല്ലാത്ത ഒരു അസറും ഇൻഫ്ലുവൻസും സ്വാധീനവും അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഖലീഖ് കെ ഹം അസ്രോമെ മീർ ജമീർ भी थे. ഖലീഖിൻ്റെ കാലക്കാരനായിട്ട് തന്നെ മീർ ജമീറിനെ നമുക്ക് പറയാം. कहा जाता है कि मरसिए के बहुत से अज्जाए तरकीबी की ईजाद और उनकी तरतीब मीर ज़मीर ही ने की. പറയപ്പെടാറുണ്ട് മർസിയയിലെ ധാരാളം അജ്സായ തർക്കീബ് കണ്ടെത്തിയത് തന്നെ മീർ ജമീർ ആണ് എന്ന് പറയപ്പെടാറുണ്ട്. പിന്നീട് മറ്റൊരാളെ മീർ ജമീറിന് ശേഷം പറയപ്പെടേണ്ട മറ്റൊരുത്തനാണ് മീർ ബബർ അലി അനീസ്. മീർ ബബർ അലി അനീസ് കോ ഷായരി വറസമേ മിലി थी. അദ്ദേഹം പരമ്പരാഗത ഷായറാണ്, കവിയാണ് എന്ന് തന്നെ പറയാം. अनीस ने शायरी की इब्तिदा गज़ल से की लेकिन बहुत जल्द गज़ल छोड़कर मरसिए कहने लगी. अनीस की सबसे बड़ी खूबी उनकी कादिरुल कलामी है. वाक़िया निगारी में मीर अनीस को पूरी कुदरत हासिल है. ज़ुबान बयान के मामले में अनीस का मुकाबला कोई और मरसिया गो नहीं कर सकता. उनके कलाम में जो सलासत और रवानी फसाहत और बलागत और शुगुफ्तगी है वो उन्हीं का हिस्सा है. मीर बबर अलिയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം തുടക്കം കുറിച്ചത് നേരത്തെ ഖലീഖിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഗസലിലൂടെ തന്നെയാണ് തുടക്കം കുറിച്ചത് എങ്കിലും പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഗസൽ എന്ന മേഖല ഒഴിവാക്കിക്കൊണ്ട് മർസിയയിലേക്ക് കടന്നു വരികയും ചെയ്തു. അദ്ദേഹത്തിന് മർസിയ പാടുവാനുള്ള
വളരെ ഒരു അഭൂതപൂർവമായ കഴിവ് തന്നെ അദ്ദേഹത്തിനുണ്ട് എന്ന് പറയാം. ഓരോ സംഭവങ്ങൾ നേരിൽ കണ്ട് വിശദീകരിക്കുന്നത് പോലെ അത്തരത്തിൽ ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരിടാൻ മറ്റൊരു കവിത പാടുന്ന ആരുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ആ എഴുത്തിലുള്ള ഒഴുക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഫുടതയും ആ ഒരു സാഹിത്യമായ ശൈലി വളരെ സരളവും ലളിതവും ആർക്കും മനസ്സിലാകത്തക്ക വിധമുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. മീർ അനീസ് കെ ഹം അസർ ഓർ ഹരീഫ് മിർസ ദബീർ ഹെ, അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടാളിയാണ് മിർസ ദബീർ. ഉൻകി സബ്സെ ബഡി ഖൂബി തഷ്ബീഹാത്ത് ഓർ ഇസ്തിആറാത്ത് കാ ബർജുസ്ത ഇസ്തിമാൽ ഹെ. അദ്ദേഹം വളരെ ധാരാളം പല ഇടങ്ങളിലും ഇസ്തിആറുകളും തഷ്ബീഹാത്തുകളും കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം കവിതകൾ രചിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ദബീർ अपने मर्सियों में पुरशिको अल्फाज शायराना इस्तिदलाल और मुबालग से काम लेते हैं. നന്നായി മുബാലഗത്ത് നൽകി എക്സാജറേഷൻ നടത്തി പറയുകയും അതുപോലെ ഒരു കോർത്തിണക്കിയ വാക്കുകളും അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകതയാണ്. അനീസ് ഓർ ദബീറിനെ മർസിയ ഗോയിക്കോ എക് അയല ഫൻക ദർജ ദിയ. അനീസും ദബീറും മർസിയ പാടുക എന്നതിനെ ഒരു വലിയ കവിതയുടെ ഒരു കലയായിട്ട് അവർ മനസ്സിലാക്കുകയും ചെയ്തു. उसे इस्तेहकाम बख्शा और अज्जाए मरसिया को बड़ी खूबी के साथ निभाया. അതുകൊണ്ട് തന്നെ അജ്സായെ തർക്കീബിയെ ഈ അജ്സായെ മർസിയയുടെ ജുസുകളെ അതിൻ്റെ ശരിയായ രൂപത്തിൽ അതിനെ കോർത്തിണക്കാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ हकीकत ये है कि मर्सियों की तरक्की से उर्दू शायरी में रज़मिया शायरी जंग से मुतअल्लिक़ शायरी की जो कमी महसूस होती थी वो पूरा हो गई. യഥാർത്ഥത്തിൽ മർസിയ വ്യാപിക്കലോടുകൂടെ ഉറുദു കവിതകളിലെ റസ്മിയ ഷായരികളുടെ ഒരു കുറവുണ്ടായിരുന്നു. അഥവാ കവിതകൾ അഥവാ യുദ്ധങ്ങളെ വിശദീകരിക്കുന്ന, യുദ്ധത്തെ വർണ്ണിക്കുന്ന അത്തരത്തിലുള്ള കവിതകൾ, യുദ്ധവുമായി ബന്ധപ്പെട്ട കവിതകൾ വളരെ കുറവായിരുന്നു. ആ ഒരു കുറവ് നികത്തപ്പെട്ടു എന്നതാണ് മർസിയ വന്നതോടുകൂടെ ഉറുദുവിന് ലഭിച്ച വലിയൊരു നേട്ടം. बल्कि मंजर निगारी, जज्बात निगारी और देगर अखलाक़ी मज़ामीन से उर्दू शायरी और निखर गई. അതുപോലെ ഓരോ രംഗങ്ങൾ വിശദീകരിക്കുന്ന, അതുപോലെ ആളുകളുടെ വികാരങ്ങൾ പിടിച്ചെടുക്കുന്ന അത്തരത്തിലുള്ള ശൈലിയിൽ, അതുപോലെ നല്ല സ്വഭാവങ്ങളെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന അത്തരത്തിലുള്ള കവിതകളും ഉറുദുവിൽ ഉടലെടുത്തത് ഈ രൂപത്തിലാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇത്രയാണ്. നമ്മൾ മർസിയയെക്കുറിച്ച് പറഞ്ഞത്, മർസിയയുടെ അജ്സായ തർക്കീബ് പറഞ്ഞു, അതിൻ്റെ തറക്കി, അതിൻ്റെ വ്യാപനം എങ്ങനെയാണ് ഉണ്ടായത് എന്നും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മസ്നവിയാണ്. മസ്നവി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് റൂമിയെ ഓർമ്മ വരുന്നുണ്ടാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് മസ്നവിയെക്കുറിച്ച് സംസാരിക്കാം. മസ്നവിക്ക് ലുഗവി മാനാ ഹെ ദോഹറ കിയാ ഹുവ. മസ്നവി സാനി, രണ്ടാമതാക്കപ്പെട്ട എന്നാണ് മസ്നവി എന്നതിൻ്റെ അർത്ഥം. ദുഹറ കിയാ ഗയ, ആവർത്തിക്കപ്പെട്ട എന്നാണ് അർത്ഥം. ദോ വാല, അല്ലെങ്കിൽ രണ്ടെണ്ണമുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്തിലാഹ്മെ എന്താണ് ഇതിൻ്റെ ടേം, എന്താണ് ഇതിനെ സൂചിപ്പിക്കുന്നത്? ഇൻ മുസൽസൽ അഷ്ആർ ക മജ്മൂഅ മസ്നവി കഹത്തെ ഹെ. ഒരു പരമ്പരയായിട്ട് വന്ന, ഒരു തുടരെ വന്ന ചില കവിതകളുടെ ഒരു കൂട്ടമാണ് മസ്നവി എന്ന് പറയുന്നത്. ജിസ്മെ ഹർ ഷേർക്ക് ദോനോ മിസ്രേ ഹം കാഫിയെ ഹോത്തെ ഹെ. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ജിസ്മെ എല്ലാ ഷേറിൻ്റെയും, എല്ലാ കവിതകളുടെയും 2 മിസ്രകളും ഒരേ കാഫിയ ഒത്തു വന്നതായിരിക്കും. ഈ രണ്ട് ഷീറുകളാണ് ഉണ്ടാവുക. അതിൻ്റെ 2 ഷീറുകളുടെയും ഹം കാഫിയ ആയിരിക്കും. ലേക്കിൻ ഹർ ഷീർ മേ അലഗ് അലഗ് കാഫിയ ലായ ജാത്താ ഹെ. പക്ഷേ ഓരോ ഷീറിലും ഈ 2 വരികൾ അടങ്ങിയതാണ് മസ്നവി എന്ന് പറഞ്ഞത്, ഈ 2 ഷീറുകൾ അടങ്ങിയത്. ഇതിലെ ഓരോ ഷീറുകളും ലേക്കിൻ ഹർ ഷീർ മേ അലഗ് അലഗ് കാഫിയ ലായ ജാത്താ ഹെ. പക്ഷേ ഓരോ ഷീറുകളിലും വ്യത്യസ്തങ്ങളായ കാഫിയകൾ കൊണ്ടുവരാവുന്നതാണ്. അഥവാ ഈ 2 ഷീറുകൾ അടങ്ങിയ ഓരോ മസ്നവികൾ ഇങ്ങനെ നിരന്തരം ധാരാളം എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ആദ്യത്തെ 2 വരിയിൽ ഒരേ കാഫി ഒത്തിട്ടുണ്ടാകും, അടുത്ത 2 വരിയിൽ കാഫി ഒത്തിട്ടുണ്ടാകും. പക്ഷെ നേരത്തെ വന്നതിനോട് യോജിച്ചതായിക്കൊള്ളണമെന്നില്ല, അതിനെ ആയിക്കൊള്ളണമെന്നില്ല.
कहा जा सकता है कि ഹയ്യത്ത് के एतबार से मसनवी का हर शेर अपनी जगह एक मतला होता है. പറയാൻ സാധിക്കും എന്ത് അതിൻ്റെ കോലം വെച്ച് നോക്കുകയാണെങ്കിൽ कहा जा सकता है कि हयत के एतबार से मसनवी का हर शेर अपनी जगह एक मतला होता है. മസ്നവി അതിൻ്റെ സ്ഥാനം നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ഓരോന്നും വേറിട്ട് അതിൻ്റെ സ്ഥാനം നോക്കുകയാണെങ്കിൽ അത് മത്ല എന്ന് പറയാൻ കഴിയും. അഥവാ ഈരണ്ട് ഷെയറുകളാണ് മസ്നവി എന്ന് പറഞ്ഞാൽ. അപ്പോൾ മത്ല ആകുമ്പോൾ അതിൻ്റെ രണ്ട് ഭാഗങ്ങളും എന്തായിരിക്കും? കാഫിയ ഒത്തതായിരിക്കും. അപ്പോൾ മത്ലയിൻ്റെ അതേപോലെയാണ് മസ്നവി എല്ലാ വരികളും വരിക എന്നർത്ഥം. മസ്നവിക്ക് അഷ്ആർ കി താദാദ് മുഖറർ നഹി ഹെ. മസ്നവിക്ക് എത്ര കവിതകൾ വരാം, മസ്നവികളായിട്ട് എത്ര വരികൾ വരാം എന്നത് കൃത്യമല്ല, ക്ലിപ്തമല്ല. അപ്പോൾ എന്താ പറഞ്ഞത്? മസ്നവി എന്നാൽ രണ്ട് മിസ്രകളും ഒരേ കാഫിയൊത്തതായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അബതാഹുമാദ ഖദിയ ഖുത്തു ബനാനി അൽ ഹബൽ വൽ ജല്ലാദു മുൻതളിറാനി. അബതാഹുമാദ ഖദിയ ഖുത്തു ബനാനി എന്ന് പറഞ്ഞിടത്ത് നീ എന്ന് പറഞ്ഞു. അതാണ് ഒന്നാമത്തെ മിസ്ര. പിന്നെ രണ്ടാമത്തെ മിസ്ര അൽ ഹബൽ വൽ ജല്ലാദു മുൻതളിറാനി, അവിടെ നീ എന്ന് പറഞ്ഞു. രണ്ട് മിസ്രകളും ഒരേ കാഫിയൊത്തു. ഇതുപോലെ ഈരണ്ട് വരികൾ വരുന്നതാണ്, ഈരണ്ട് ഷേറുകൾ വരുന്നതാണ് ഒരു മസ്നവി എന്ന് പറഞ്ഞാൽ. ഷേറുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് മിസ്ര അടങ്ങിയതാണ് ഒരു ഷേർ. എന്നാൽ ഓരോ ഷേറും മിസ്രകളാണ് കാഫികളൊക്കേണ്ടത്. ഓരോ ഷേറും ഇതിൻ്റെ രണ്ടാമത്തെ ലൈന് ഇനി നൂന് കൊണ്ട് അവസാനിക്കണം എന്നില്ല, മറ്റേതെങ്കിലും കൊണ്ട് അവസാനിക്കാം. അപ്പോൾ ഇതിൻ്റെ ഓരോന്നും അതിൻ്റെ സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ, അതിൻ്റെ കോലം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? അത് ഒരു മത്ല ആണ് എന്ന് പറയാൻ സാധിക്കും. उर्दू में तवील और मुख्तसर दोनों तरह के मसनवियाँ लिखी गई हैं. ചെറുതും വലുതുമായ ധാരാളം മസ്നവികൾ നമുക്ക് കാണാൻ കഴിയും. तवील मसनवियों की मिसालें मीर हसन के सिहरुल बयान और दिया शंकर नसीम की गुलजार नसीम है. അതിൻ്റെ ഉദാഹരണമാണ്, വലിയ തൊവീൽ മസ്നവികളുടെ ഉദാഹരണമാണ് മീർ ഹസൻ്റെ സിഹറുൽ ബയാൻ, ദിയാശങ്കർ നസീമിൻ്റെ ഗുൽസാർ നസീം. और मुख्तसर मसनवियों में मीर तकी मीറിൻ്റെ मसनवियों को पेश किया जा सकता है. മുഖ്തസർ മസ്നവികൾ മീർ തക്കി മീറിൻ്റെ മസ്നവികളെയും നമുക്ക് എണ്ണാൻ സാധിക്കും. തൊവീൽ മസ്നവിयों में आम तौर पर मुंदरजा झील अज्जाए पाए जाते हैं. തൊവീൽ മസ്നവികളാണെങ്കിൽ താഴെ പറയുന്ന അജ്സായ തർക്കീബുകൾ അതിൽ വരാറുണ്ട് എന്ന് പറയാം. എന്തൊക്കെയാണ്? ഒന്ന് ഹംദോ മുനാജാത്ത്, നഅത്ത്, മൻഖബത്ത്, ഹാക്കിമെ വക്ത് കി മദ്ഹ്. അന്നേരത്തുള്ള ആ കാലത്തുള്ള ഒരു ഹാക്കിം, അവിടുത്തെ റൂളർ, അദ്ദേഹത്തെ പുകഴ്ത്തുന്നതായിട്ട് നമുക്ക് കാണാം. അപ്നി ഷായരിക്ക് താരീഫ്, തൻ്റെ കവിത എത്രമാത്രം മികച്ചതാണ് എന്നതിനെക്കുറിച്ച്. മസ്നവി ലിഖ്നേക്ക സബബ്, ഇത് എഴുതാനുള്ള കാരണം. ഖിസ്സ യാ വാഖിഅ, എന്തെങ്കിലും അതിൻ്റെ തുടർന്ന് വരുന്ന വല്ല കഥകളും. ഖാത്തിമ, ഒരു കൺക്ലൂഷൻ. ഇനി പറയാനുള്ളത് യെ ജറൂറി നഹി കെ ഹർ മസ്നവി മേ യെ തമാം അജ്സാ മൗജൂദ് ഹോ. ഇത് മുഴുവനായിട്ടും, ഈ അജ്സാകൾ മുഴുവനായിട്ട് എല്ലാ മസ്നവികളും ഉണ്ടാവണം എന്നത് നിർബന്ധമില്ല. ഫാർസി ഓർ ഉറുദു ദോനോ സുബാനോ മേ മസ്നവി ഏക് അഹം സിൻഫെ സുഖൻ ഹെ. ഫാർസിയിലും ഉറുദുവിലും പ്രധാനപ്പെട്ട ഒരു എഴുത്തിൻ്റെ വിഷയം തന്നെയാണ് മസ്നവി എന്നത്. उसमें जिन और परियों के किस्से और माफ़ौक़ल फितरत वाक़यात से लेकर आम इंसानों के हुस्न और इश्क के किस्से, खुशियों और गमों, जंग बज़्म तौरब, शादी और मौत की रस्मों, अखलाक़ी किस्सों, तसव्वुफ़ के मसाइल और मजहबी तालीमात का बयान किया जाता है. ഇതിൽ വേണമെങ്കിൽ അതിൽ പ്രകൃതിക്ക് അപ്പുറത്തുള്ള നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പ്രേതഭൂതാദികളുടെ കഥകൾ വരാം. അതുപോലെ സ്നേഹത്തെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചും ദുഃഖങ്ങളെക്കുറിച്ചും, യുദ്ധം, അതുപോലെ സന്തോഷവേദികൾ, ഉല്ലാസവേദികൾ, കല്യാണം, മരണം, മറ്റു ആചാരാനുഷ്ഠാനങ്ങൾ, അതുപോലെ മറ്റ് അഖ്ലാഖി കിസ്സ,
മോറൽ സ്റ്റോറീസ്, അങ്ങനെ തസവുഫ്, ഇത്തരത്തിലുള്ള എന്ത് വിഷയങ്ങളും വേണമെങ്കിലും നമുക്കിതിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പിന്നെ എത്രമാത്രം എന്ന് വെച്ചാൽ ये कहना शायद गलत न होगा कि किसी ज़माने के सियासी समाजी हालात, रस्म व रिवाज, रहन सहन के तरीक़े, लिबास और ज़ेवरात वगैरह की तफसीलात जानने के लिए മത്നവി का मुताला सबसे ज़्यादा मुफीद है. ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയ അവസ്ഥ എത്തരത്തിലായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ജീവിതശൈലി, അവിടുത്തെ നടപ്പ്, അവരുടെ വസ്ത്രധാരണ, അവരുടെ ആഭരണങ്ങൾ, ഇതൊക്കെ എന്തൊക്കെയായിരുന്നു എന്ന് ഒരു മത്നവി വായന വളരെ ഉപകാരപ്രദമാകും എന്നത് തീർത്തും ഉറപ്പാണ്. ദക്കിനി ഉറുദു മേ ആഗാസ് ഹി സെ മത്നവിയാ മിൽന ശുറൂ ഹോ ജാതി ഹൈ. തുടക്കം മുതൽക്കേ ഡക്കാനിൽ ഉറുദു ഭാഷയുടെ തുടക്കത്തിൽ ഡക്കാനിൽ മത്നവികൾ നമുക്ക് എഴുതിയതായിട്ട് കാണാറുണ്ട്. മീറാജ ഷംസുൽ ഉഷാഖിനെ ഷഹാദത്തുൽ ഹഖീഖത്ത് और खुशनामा लिखे हैं. അദ്ദേഹം മീറാഞ്ചി ഷംസുൽ ഉഷാഖ് എന്നിവർ ഷഹാദത്തുൽ ഹഖീഖത്ത്, ഖുഷ്നാമ എന്നുള്ള കഥകളൊക്കെ, എന്നുള്ള മത്നവികളൊക്കെ എഴുതിയിട്ടുണ്ട്. നിസാമീനെ കദം റാവു എന്നുള്ള കവിതയും എഴുതിയിട്ടുണ്ട്. മസ്നവി ലിഖി, ഇത്തരത്തിലുള്ള മസ്നവികളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ മസ്നവി അഭി തക് ഷായി നഹി ഹുയി ഹെ, ഇത് ഇന്നേ വരെ പ്രസിദ്ധീകൃതമായിട്ടില്ല. സയ്യിദ് അഷ്റഫ് ബയാബാനി ने एक മസ്നവി നോ സർഹാർ ലിഖി, ഇത്തരത്തിലുള്ള കവിതകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ധാരാളം പേര് എഴുതിയ കുറേ കവിതകളാണ്, മസ്നവികളാണ് ശേഷം ഇങ്ങനെ പറയുന്നത്. ഖാജ മീർ ദർദ്, അടുത്ത പാരഗ്രാഫ് നോക്കാം. ഖാജ മീർ ദർദ് के छोटे भाई मीर असर दहलवी की मसनवियाँ ख्वाब ख्याल उसी ज़माने में लिखी गई. ഖാജ മീർ ദർദ് ഖാജ മീർ ദറിൻ്റെ സഹോദരന്, ചെറിയ സഹോദരന് മീർ അസർ, അദ്ദേഹം ഖ്വാബ ഖയാൽ എന്ന കവിത മസ്നവി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അതേ കാലത്തിൽ, മീർ ദർദിൻ്റെ അതേ കാലഘട്ടത്തിൽ. ഇസ് മസ്നവി കാ കോയി പ്ലോട്ട് നഹി, അതിനൊരു പ്രത്യേക പ്ലോട്ട്, ഒരു പ്രത്യേക വിഷയാധിഷ്ഠിതമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. एक मामूली सी हुस्न इश्क की दास्तान बयान की गई है. ഒരു സാധാരണ ഒരു സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ഒരു കവിതയാണത് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ലേക്കിൻ ഇസ്മേ ജോ സറാപ്പ ബയാൻ കിയാ ഗയാ ഹെ വോ ബഹുത് ഖൂബ്സൂറത്ത് ഹെ, അതിലുള്ള സറാപ്പ എന്ന ജുസ് വളരെ സുന്ദരമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷകളുടെ സവിശേഷതയാണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്. मसनवी ख्वाब ख्याल दिल्ली में लिखी गई थी, लेकिन हर लिहाज से सबसे ज़्यादा कामयाब मसनवी लखनऊ में लिखी गई, जिसका नाम सिहरुल बयान है. മസ്നവി ഖ്വാബ് ഖയാൽ എന്നുള്ള മസ്നവി ഡൽഹിയിലാണ് എഴുതിയിട്ടുള്ളത് എങ്കിലും എല്ലാ വിധത്തിലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, എല്ലാ വിധത്തിലും അതിൻ്റെ അജ്സായ തർക്കീബുകളെല്ലാം അടങ്ങിയ, അതിൻ്റെ എല്ലാ കണ്ടീഷൻസും പാലിച്ച, ജനങ്ങൾ ഏറ്റുപിടിച്ച ഒരു മസ്നവി അത് സിഹറുൽ ബയാനാണ്. അത് ലക്നൗവിൽ നിന്ന് രചിക്കപ്പെട്ടതാണ്. और उसे मीर हसन ने लिखा, मीर हसनाണ് അത് എഴുതിയിട്ടുള്ളത്. इस मसनवी की असल अहमियत ये है कि उर्दू में पहली बार किसी शायर ने हिंदुस्तानी तहजीब व तमद्दुन, रहन सहन, आदाब व अतवार, जेवर व लिबास वगैरह का इतना तफसीली जिक्र किया है. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ വിഷയങ്ങളായിട്ട് ഇന്ത്യയുടെ സംസ്കാരം, അതുപോലെ ഇവിടുത്തെ നാഗരികത, ഇവിടുത്തെ ജീവിതശൈലി, ജനങ്ങളുടെ ചര്യകൾ, അവരുടെ ആഭരണങ്ങൾ, അവരുടെ വസ്ത്രങ്ങൾ, ഇതൊക്കെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നതാണ് ഈ കവിതയുടെ പ്രത്യേകത. ഈ ഹക്കീഖത്ത് ഹേ കെ പൂരി മസ്നവി മേ ജോ സലാസത്ത് റവാനി ഷുഗുഫ്തഗി और रंगीनी है वो इससे पहले किसी मसनवी में नहीं मिलती. ഇതിലുള്ള ഒരു ഒഴുക്ക്, ഇതിലുള്ള ഒരു രസം അത് മറ്റേത് കവിതകളിലും നമുക്ക് കാണാൻ കഴിയില്ല. ഉറുദു की एक अजीम मसनवी गुलजार नसीम है, പ്രധാനപ്പെട്ട മറ്റൊരു കവിതയാണ് ഗുൽസാർ നസീം, ജിസെ ദിയാശങ്കർ നസീം ने लिखा. ഗുൽസാർ നസീം എന്നത് ദിയാശങ്കർ നസീമാണ് എഴുതിയിട്ടുള്ളത്. नसीम ने इस मसनवी में जो ज़बान इस्तेमाल किया है उसमें लफ्ज़ी तकल्लुफ़ात, अल्फाज का तनासुब, तशबीह और इस्तिआरा और रिआयत लफ्ज़ी का पूरा ख्याल रखा है. ഇതിൻ്റെ ഒരു പ്രത്യേകത, ലഫ്ലിയായിട്ടുള്ള പല വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പല വാക്കുകളും, അതുപോലെ അതിൻ്റെ കോർവകളും തഷ്ബീഹുകളും പിന്നെ ഇസ്തിയാറകളും എല്ലാം ഇദ്ദേഹം പരിഗണിച്ചിട്ടുണ്ട്. इस ज़माने में मिर्ज़ा शौक़ ने भी
6 മസ്നവിയാൻ ലിഖി. മിർസ ഷോക്കും ഈ കാലഘട്ടത്തിൽ 6 മസ്നവികൾ എഴുതിയിട്ടുണ്ട്. ലേക്കിൻ മസ്നവി ബഹാർ ഇഷ്ക് और മസ്നവി ബസ്നെ വാലെ ഗോഷ്ത് പോസ്റ്റ് കെ ഇൻസാൻ ഹെ. മിർസ നവാബ് ഷോക്കോ മീർ അസർ കി മസ്നവി ഖാബോ ഖയാൽ ബഹുത് പസന്ദ് ഥി. അദ്ദേഹത്തിന് ഈ ഒരു കവിത വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ മൗലാന ഹാലി, പിന്നെ ഇങ്ങനെ വന്നാൽ മൗലാന ഹാലി और मौलाना मोहम्मद हुसैन आज़ाद के ज़माने से മസ്നവി के ഉസ്ലൂബ് और मौज़ൂआत में नुमाया फ़र्क़ है. വളരെ അങ്ങേയറ്റം വ്യത്യാസങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ വന്നിട്ടുണ്ട്. ഉസ്മേ അവാമി മൗസൂആത്ത് और മസായിൽ നസ്ം കിയെ ജാനെ ലഗെ. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പൊതുജനങ്ങളുടെ പല വിഷയങ്ങളും സമൂഹത്തിൻ്റെ പല വിഷയങ്ങളും അദ്ദേഹത്തിൽ കോർത്തിണക്കിയിട്ടുണ്ട്. അവസാനത്തെ ഒരു പാരഗ്രാഫ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ജോഷ് ने जंगल की शहजादी तख्लीक करके शोहरत हासिल की. ജോഷ് ജംഗൽ की शहजादी എന്ന മസ്നവി രചിച്ച് അദ്ദേഹത്തിന് പ്രസിദ്ധി നേടാനായി. उसकी മസ്നവി ബേവ സുഹാഗുൻ ഭി നിഹായത് പുർ തഅസീർ ഹെ. അതും വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഉറുദു ഷായരി के आगाज़ से लेकर 1857 तक बहुत कम शुअरा ऐसे होंगे जिन्होंने मसनवियाँ न कही हों. 1850 വരെ 57 വരെയുള്ള കവികളിൽ മസ്നവി പാടാത്ത കവികൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ അത്തരത്തിലുണ്ടാവില്ല, വിരളമാണ് എന്ന് നമുക്ക് പറയാനാകും. ലേക്കിൻ ഷുഹ്റത്ത് ഉൻഹെ മസ്നവിയോं को മിലി ജിൻകാ സിക്കർ ഊപ്പർ ആയാ ഹെ. പക്ഷേ മസ്നവി പാടിയതിൽ ഏറ്റവും പ്രസിദ്ധി, മസ്നവി എന്ന രീതിയിൽ പ്രസിദ്ധി നേടിയത് മേലെ പറഞ്ഞ പല കവികളുമാകുന്നു. ഇത്രയുമാണ് ഇന്ന് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് റുബായിയെക്കുറിച്ച്, ഖിതാഅത്തിനെക്കുറിച്ച് അടുത്ത പീരീഡ് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ക്ഷമിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.